റിതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് വറ്റൽമുളക് തീക്കനലിൽ ചുട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു മുറി തേങ്ങയുടെ പകുതി പീര, ഒരൽപ്പം വാളംപുളി, ഒരു 3 വറ്റൽമുളക്, ഒരു ചുവന്നുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ഈ വറ്റൽമുളക് തീക്കനലിൽ ഒന്ന് ചുട്ടുകൊണ്ട് വരാം. വറ്റൽമുളക് നമ്മൾ തീക്കനലിൽ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കനലിങ്ങി വെളിയിലോട്ട് നീക്കിയിട്ടിട്ട് വേണം നമ്മൾ ചുടാൻ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. മുളക് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്കിനി ചുട്ട് കഴിഞ്ഞ് നമുക്കിനി ഇതെടുത്ത് തുടച്ച് അരച്ചെടുക്കാം. വറ്റൽമുളക് നമ്മൾ ചാരമൊക്കെ തൂത്ത് കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലേക്ക് കുടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം പിഴിപുളി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ഉള്ളി 2ആയിട്ട് കീറി അതൊന്നിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കറങ്ങിക്കഴിയുമ്പോൾ സ്പാനർ വെച്ച് നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സി ഒന്ന് കറക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡിയാകും. ഇനി നമുക്ക് ചമ്മന്തി ഒന്ന് റെഡിയാക്കിക്കൊണ്ടുവരാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണിത്. ഇതുപോലൊരു ചമ്മന്തിയും ഒരു മുട്ട വറുത്തതും അല്പം പുളിശ്ശേരിയോ തൈരോ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറുണ്ടാൽ നമുക്ക് മറ്റു കറികളൊന്നും തന്നെ വേണ്ട. കുട്ടികൾക്ക് പൊതിക്ക് സൈഡായിട്ട് കൊടുത്തു വിടാനും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്